ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇവിടെ ഉണ്ട് കേട്ടോ. നേരം വെളുത്ത് നീച്ചപ്പം തന്നെ ഉണ്ട് കുറ്റിപ്പുറങ്കാക്കാനാ പോരാ തെറി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചപ്പോ മൂപ്പരാള് വീഡിയോ കോൾ ചെയ്തിട്ട് ആർക്കൊക്കെ തുണി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു കൊടുത്തത്. അപ്പൊ അതെന്താ സംഭവം എന്ന് നോക്കിയതാ. അതിന് മുമ്പ് മൂപ്പരാൾക്ക് പറയാനുള്ളതൊന്ന് കേക്കാം. അതൊന്ന് കേട്ടോ. ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, ഇന്ന സാധ്യത അവിടെ ഇല്ല, നിങ്ങളെ സ്റ്റാഫിനെ പറയുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് എന്താ ഡോക്ടർ പറയുന്നത് അങ്ങനെ ഒരാൾ പറയുന്നില്ല. അതായത് കാക്ക പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലെ? ഞാനൊന്നും കൂടി വിശദീകരിച്ചു തരാം. വേറെ ഒന്നുമല്ല സംഭവം. ഇവിടുന്ന് കുറെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഓന്റേത് വെട്ടിയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത്ര. അപ്പൊ ഡോക്ടർ പറയാ, അങ്ങനെ ആര് വിളിച്ചു ചോദിച്ചാലും ഇവിടുന്ന് അതിൻ്റെ വെട്ടിയിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ രഹസ്യം ഞമ്മക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് അവനോട് വാക്ക് കൊടുത്തു കൊടുത്തത്. ഇനിയിപ്പോ ഡോക്ടറിന്റെ ഏത് നരമ്പാ തെറ്റിക്കണാവോ? നിബന്ധമായിട്ട് നരമ്പന്നെ ആണെങ്കിൽ പിന്നെ ആ ഡോക്ടർ ഒരിക്കലും അത് വെട്ടിയെന്ന് പറയില്ല. നീ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഡയറക്റ്റ് വിളിച്ചതാണ് ആ ഹോസ്പിറ്റലിലേക്ക്. ഈ ഹോസ്പിറ്റലിന്റെ നമ്പർ പോയത് തന്നെ എങ്ങനെ അറിയോ? ഇവ മലന്നിങ്ങനെ കിടക്കണില്ലേ, വെറ്റിടക്കണ പെണ്ണുങ്ങളെ മാതിരി. ആയിമ ആ ബെഡ്ഷീറ്റും ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിന്റെ നെയിം. ആ ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്തപ്പോഴാണ് പിന്നെ ഇതിന്റെ നമ്പർ കിട്ടിയത്. അങ്ങനെയാണ് പലരും വിളിച്ചിരിക്കണത്. ആ ബെഡ്ഷീറ്റിലൊന്ന് മാറ്റിയാൽ മതിയെന്നു. അതിൽ ആഷി കൂളിംഗ് ഗ്ലാസ് വെക്കണ ഏതെങ്കിലുമൊക്കെ ഒരു മറ്റേ ഫ്ലെക്സിന്റെ എന്തെങ്കിലുമൊക്കെ വിരിപ്പ് വിരിച്ചാൽ മതിയെന്നു. അത്രയും കോളി ചെല്ലൂലായിരുന്നു. എന്തായാലും പേറോണ്ട് വന്ന ഓനിക്ക് ഇപ്പൊ ഏറോണ്ട് കളിയാ. ഇപ്പൊ ഭയങ്കര ഏറിലുള്ള പോക്ക. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൊല വെട്ടാത്തത് നാട്ടിൽ മുഴുവൻ അറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ഇവനോട് ഈ പല ആളുകളും വീഡിയോ ചെയ്തു. അക്കൂട്ടത്തില് നമ്മളെ ഹെലനോസ് പാർട്ടി ഒരു വീഡിയോ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, അവൾക്ക് വിളിച്ചിട്ട് ചോദിച്ചത്രേ, മോളെ നിന്റെ അടുത്ത് എന്റെ നമ്പർ ഇല്ലേ? നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പേഴ്സണലി ചോദിക്കായിരുന്നല്ലോ. നീ എന്തുകൊണ്ട് എന്നെ കുറിച്ചിട്ട് വീഡിയോയില് ചെയ്തു? നിന്റെ സംശയം ഞാൻ മാറ്റിത്തരാം. ഇതാ പിടിച്ചു പറഞ്ഞിട്ട് അത് പൊന്തിച്ച് കാണിച്ചു കൊടുത്തു. ഇവളെന്തോ ഫംഗ്ഷനിൽ നിൽക്കുക. ഇവള് ഇത് എന്താ ചെയ്യേണ്ട അറിയാതെ ഒക്കെപ്പാടെ തുണിയൊക്കെ എടുത്തിട്ട് മൂടിയിരിക്കുന്നു ഇത്ര. ഇത് പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും തുണി പൊന്തിച്ച് കാണിച്ചു തരും എന്നുള്ളത് നമുക്ക് ഒരു ഇതുമില്ലല്ലോ, ഒരു പ്രതീക്ഷയില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, പിന്നീട് അവള് കൊടുത്ത റിപ്ലൈ ആണ് ഇന്ന് ഞാൻ നേരം വെളുത്തപ്പോ കേട്ടത്. റിപ്ലൈ എന്നും പറഞ്ഞാ പോരാ മകനെ, ഒരു ഒന്നൊന്നര റിപ്ലൈ ആണ്. ഓന്റെ കബറ് കിടക്കണ വാപ്പയടക്കം തലയിൽ കജിച്ചിട്ടുണ്ടാവും. ഈ കൊള്ളം നായിനിട്ട് ഞാൻ കുടുങ്ങിയാലോ പടത്തോണ്. ഇവിടെ ഒരു സ്വഭാവം തൊഴിലും തരുന്നില്ല. ഈ ചെങ്ങായിക്ക് 2 പെങ്ങന്മാരുണ്ട്. 2 3 എത്ര ആയിക്കോട്ടെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അനക്ക് ഈ പെങ്ങന്മാരാകുമ്പോ അളിയാന്ന് വിളിച്ചിരുന്നില്ലേ ഈ പെങ്ങന്മാരെ മാപ്പിളാരെ? അല്ലേ? ഓലെപ്പ എന്താ വിളിച്ചല്ലേ? അതൊന്ന് പറഞ്ഞ. അളിയാക്കാന്നോ എന്താ വിളിച്ചല്ലേ? മനസ്സിലായില്ല. അന്നെന്താ പോലെ വിളിച്ച അളിയാത്താന്നോ? അളിയാത്താന്ന് പറയാൻ ഇജയിന് പാന്റ് ഷർട്ടൊക്കെ ഊരി വെച്ചിട്ട് കാലെത്രയായിക്കും. ഇപ്പൊ പരദയും ചുരിദാറും അല്ലേ? അപ്പൊ ഓനെ ചിലപ്പോ ഓന്റെ മറ്റേ പെങ്ങന്മാരെ മാപ്പിളയൊക്കെ അളിയാത്ത വന്നു എന്നാക്കാരം പറയല്ലോ അല്ലേ? എന്തായാലും ആ പെണ്ണിന് തുണി പൊന്തിച്ചു കൊടുത്തീന് നല്ല തികഞ്ഞു കിട്ടിയിരിക്കണു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇതാ പാടുണ്ട് ഇജ്ജ് പറഞ്ഞു. ഉപയോഗിക്കാൻ പാടുണ്ടോ എനിക്കറിയില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കും. ഞാൻ ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഈ നായിന്റെ മോനുണ്ടല്ലോ, ഇത് അവസാനിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ല രീതിക്ക് ഞാൻ വൃത്തികേട് ഇതിൽ പറയും. കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് കഴിവിന്റെ പരമാവധി ഞാൻ ഈ ടോപ്പിക് ഒഴിവാക്കാൻ നോക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ വിടാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. സോറി ഗൈസ്, നെറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് തുടങ്ങാം. വേറെ ആരെ കുറിച്ചുമല്ല, ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയും. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. വീഡിയോ നീ കാണണം, മനസ്സിലായില്ലേ? നീ ഇത് കണ്ടിട്ട് നീ പോയാൽ മതി. എന്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഇത് ആ നായിന്റെ മോൻ നിങ്ങൾ അയച്ചു കൊടുക്കണം. ആയിരിക്കും ഈ ജാസി എന്ന് പറയുന്നവരുണ്ടല്ലോ, ഓന് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. ആരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത് അവരെല്ലാരും ഈ ലിങ്ക് ആ നായിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ ലിങ്കാ ഓനിക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു കാര്യമല്ല. ഉള്ളൊരു ലിംഗം കൊണ്ടപ്പ ഈ നടക്കണത്. ഇത് കുറെ മുറിച്ചു അറിയും, കുറെ മുറിച്ചിലറി, കുറെ കട്ട് ചെയ്തു, ഇനി കുറച്ചും കൂടി കഴിയുമ്പോ ബാക്കിയുണ്ട്. അങ്ങനെ മൊത്തത്തില് ലിംഗം കൊണ്ടില്ല കളിയാ. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഈ ലിംഗം എനിക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവൂല. ഇവനും പറയാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം നിങ്ങൾക്ക് വീഡിയോ
മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. ഞാൻ മറ്റൊരു പദപ്രയോഗം നടത്താത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഹേർട്ട് ആവും എന്നുള്ളത് കൊണ്ടാണ് വേറൊരു രീതിയിലുള്ള പദപ്രയോഗം ഞാൻ നടത്താത്തത്. അത് നടത്തണം എന്നുള്ളത് എനിക്ക് നാവിന്റെ തുമ്പത്ത് വരെയുണ്ട്. ചിലപ്പം അങ്ങ് പോവേ ഈ വീഡിയോ പോകെ ആ ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ തെണ്ടിന്റെ ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് എന്താ പറയാ, അക്സെപ്റ്റ് ചെയ്യാനൊരു ആൾക്കാരെ മനസ്സിലാക്കിയാണ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കലി കാണിക്കുന്ന ആൾക്കാരാണ്. അവർക്കാണ് ഭയങ്കര ഇത്. അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി, അല്ലെങ്കിൽ ഒരു അനുകമ്പ ഉണ്ടല്ലോ, അത് കാണിക്കാം. നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ? ഞാനൊന്ന് പറയട്ടെ, ഓനോട് അനുകമ്പ കാണിക്കണം. ഈ അനുകമ്പ ആണ് ഓന്റെ റീച്ച്, മനസ്സിലായോ? അതിനു വേണ്ടിയാണ് ഈ തരികട മുഴുവൻ കാണിക്കുന്നത്. ഇവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആശിയുടെ ഉമ്മാനൊപ്പം വിളിച്ച തെറിക്ക് ഒരു കണക്കും പരിധി ഉണ്ടായിരുന്നില്ല, മനസ്സിലായോ? അന്ന് ഇവനും അനുകമ്പയൊക്കെ ഭയങ്കര തെറ്റിലിരുന്നു കൊണ്ടു. അന്നില്ലാത്ത അനുകമ്പയ്ക്ക് പോനോട് വേണമെന്ന് പറയണത് എങ്ങനെയുണ്ട്? ഇവനിക്ക് വേറൊന്നും അല്ല, ഇവനിക്ക് ആ ഇതില് പറയുന്ന മാതിരി ഒരു സ്പർശന സുഖം, അത്ര മതി. അതിനോണ് ഇങ്ങനെ മജ്ലിസിനൂറിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന മാതിരിയായിരുന്നു. ഓരോ താത്താര് പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. എന്തിനാ? ഇവന്റെ ഇപ്പൊ ഒരു സെൽഫി എടുക്കാം, വലിയ സെലിബ്രിറ്റി അല്ലേ. എന്നിട്ട് ഓന് ആ കൊലയും തൂക്കിയും കൊണ്ടാണ് ഈ പെണ്ണുങ്ങളെ തോളത്ത് കൂടി അരക്കട്ട് കൂടെ ഒക്കെ കജ്ജ് ഇട്ടുകൊണ്ട് ഭയങ്കര സെൽഫി എടുക്കുക. എന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് മാപ്പിളാരും ഓലെ വാപ്പാരൊക്കെ അങ്ങനെ നിൽക്കുക. എന്താ അത് പെണ്ണല്ലേ? ഇവന്റെ ഉദ്ദേശം എനിക്കല്ലേ അറിയുള്ളൂ, അല്ലേ? അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ കാണിച്ചിരിക്കുകയാണ്. ഈ പെണ്ണിനെ വിളിച്ചിട്ട് ഓന്റെ തുറന്ന് കാണിച്ചു കൊടുത്തിക്കുക. എന്നിട്ട് എന്താ 4 തെർമോക്കോളുണ്ട്, വേറെന്താ അതിന്റെ പേര് പറയാ, സിലിക്കോണും. ഇതെന്താ കാറ് പെയിന്റ് അടിച്ചാൽ നിർത്തിയിട്ട് തെർമോക്കോളും സിലിക്കോണും ഒക്കെ പാടെ ഒരു ശരീരത്തിലാണ് ഇപ്പൊ ഈ വെച്ച് കെട്ടിയിരിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അറിയാതെ വല്ല ചൂട് കാറ്റോ അല്ലെങ്കിൽ തീന്റെ അടുത്ത് കൂടെ പോയ ഒന്നായിട്ട് നിന്നാണ് കത്തും ചങ്ങായി. മുഴുവൻ പ്ലാസ്റ്റിക്കാ. അത് അവിടെ പിടിപ്പിച്ചിട്ടു ഇവിടെ പിടിപ്പിച്ചിട്ടു മുഴുവൻ പ്ലാസ്റ്റിക്കാ മേത്ത് കൂടെ. ഇതിനെ തൂക്കി വിറ്റാ എന്തെങ്കിലും കിട്ടുവെച്ചെങ്കിൽ അങ്ങനെ കൊടുക്കായിരുന്നു. ആ ഒരു ശരീരത്തിൽ എല്ലു ഇറച്ചിയല്ല, മുഴുവൻ പ്ലാസ്റ്റിക്കാ. പിന്നെ കുറെ നീരും കയറ്റി വിട്ടുക്കണം. എന്തിനാ? ഹോർമോൺ വേണ്ടേ എനിക്ക്? ഹോർമോൺ ഇല്ലാതെ എങ്ങനെ പെണ്ണാകുക? എന്നിട്ട് ഓനാ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ആണുങ്ങളെ കണ്ടാലും പെണ്ണുങ്ങളെ കണ്ടാലും മനസ്സിലാകേയില്ല, അങ്ങനത്തെ വേഷാണ് എന്ന്. പെണ്ണായി പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായി. കേക്കണം, നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടതാക്കാരോ, എന്നാലും കൂടി കേട്ടോ. ഇപ്പത്തെ തലമുറയിലെ ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു പെൺവേഷം കെട്ടി നടക്കുന്നവരെന്നാണ് ആണുങ്ങൾ പെൺവേഷം കെട്ടുന്നത്. ഇതാണ് അവസ്ഥ. ഇവൻ എങ്ങനെ വെച്ചിട്ടാ ഇവൻ മോട്ടിവേഷൻ കൊടുക്കാണ് എങ്ങനെ ആകാന്നുള്ളത്. ഇവന്റെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിരിക്കുന്നു, അത് കണ്ടാക്ക. ഹായ് ഹലോ ഗൈസ്, ഞാൻ പറയാൻ വന്നാന്ന് വെച്ചാല് ചില ആമ്പിള്ളേർ, മിക്കവാറും ആമ്പിള്ളേർ ഇപ്പോ എന്നെ ഏത് കമന്റിൽ വന്നാലും ചേച്ചി, അത് പോട്ടെ ചേച്ചി, അത് വിട്ടേക്ക് ചേച്ചി, അത് സാരില്ല ചേച്ചി എന്നല്ല വിളിക്കുന്നത്. മിക്കവാറും ആമ്പിള്ളേർ ചേച്ചിന്നെ വിളിക്കൂ. അവരെന്നെ കളിയാക്കുന്നതോ എനിക്ക് തോന്നുന്ന അങ്ങനെയാണ്. പക്ഷെ എങ്ങനെയായാലും എനിക്ക് വിഷയമില്ല. അവനക്ക് കുഴപ്പമില്ല, അവന് ചേച്ചിന്ന് വിളിക്കുന്നത്. ഇതൊന്നും അല്ല, വേറെ ഐറ്റം കൂടി ഞാൻ കാണിച്ചത്. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് ആരുടെ ഒരാളെ ഭാര്യയാവാൻ താല്പര്യമില്ല. ഓൾറെഡി എന്റെ മനസ്സ് വേറെ ആൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ ആ വ്യക്തിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് ആ വ്യക്തിയല്ലാതെ വേറെ ആർക്കും എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ പറ്റില്ല. എന്റെ മനസ്സ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. വൈകിപ്പോയി. ഓന്റെ മനസ്സ് കിട്ടാനേ കുറച്ച് വൈകിപ്പോയി. ഇതാണ് അവസ്ഥ. ഇങ്ങനത്തെ 4 എണ്ണത്തിൽ ഓൻ ചൊരിക്കൂട്ടി ഉണ്ടാക്കുകയാണ്. ഇപ്പൊ എനിക്ക് താടിയും മീശയൊക്കെ ഉണ്ട്, കണ്ടോളുണ്ടോ. അടുത്ത മാസത്തൊന്നും ഉണ്ടാവില്ല. ഓനും നടക്കും. ഇപ്പൊ ഗതികേട് കൊണ്ടാണ്, കാരണം എവിടെ എത്തിയിട്ടില്ലല്ലോ. നേരെ മറിച്ച് ഓനും നല്ല സെലിബ്രിറ്റി ആവണം. എന്നാ പിന്നെന്തായി, ഓനിക്ക് ഫണ്ട് വരവായി, ഓനിക്ക് ബലൂണ് വെക്കലായി, കൊട്ടത്തേങ്ങ വെക്കലായി, പിന്നെ ഓൻ പൂർണ്ണ പെണ്ണായി. മനസ്സിലായോ? അതാണ് ഇപ്പൊ ഇവനും ചെയ്തും കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവന്റെ കളികളൊക്കെ ഒന്നൊന്നായിട്ട് ഇപ്പൊ ഓൻ പോണ എങ്ങനെ അറിയോ? കീപ്പട്ട. അതായത് ഇവനെ അക്സെപ്റ്റ് ചെയ്തിരുന്നവരെ വരെ മനസ്സിലാക്കി കഴിഞ്ഞു ഇവൻ ലോക ഫ്രോഡാണ് ജാസി എന്നുള്ളത്. അതുകൊണ്ട് എന്തായി, ഇപ്പൊ ഈ വെച്ചുകെട്ടന്നെ നടക്കുള്ളൂ. കൊലമ തൊട്ട് കളിക്കൂല, ആ പരിപാടിക്കൊന്നും നിൽക്കൂല. കാരണം എന്താ അറിയോ, ഇത് മനുഷ്യന്മാരെ കാര്യമാണ്.
പെട്ടെന്നാരെങ്കിലും വന്നിട്ട് ഇജ്ജ് പെണ്ണല്ലാതല്ല എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിട്ട് നാളെ മുതൽ ആണായി നടക്കുമെന്ന് പറഞ്ഞാൽ അതുമില്ല ഇതുമില്ല. പണ്ടാരോ പഴഞ്ചൊല്ലി പറഞ്ഞ മാതിരി പട്ടരുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു, പാണരിക്കോട്ട് എത്തിയതും ഇല്ല അറിയില്ലേ, അതേമാതിരി അവസ്ഥയാവും. അങ്ങോട്ടാണ് പോവുകയും ചെയ്യും, അവിടെ ആയിട്ട് എടുക്കൂല്ല, നേരെ ഇങ്ങോട്ട് പോരാൻ കോലമില്ല, കാരണം അത് മുറിച്ച് കളഞ്ഞില്ലേ. അതുകൊണ്ട് അത് മുറിച്ചെന്നുള്ള കാര്യത്തില് നിങ്ങൾക്ക് ആർക്കും ഒരു ബേജാറും വേണ്ട. അതങ്ങനെ അവിടെ ആടിക്കളിച്ചു. ബാക്കി കാണിച്ചു തരാം. നിങ്ങൾ ഇതൊന്ന് കണ്ടോക്കണേ. ഹലോ, ജാസിയാണ്. അപ്പൊ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് കുളിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു എനിക്ക് കുളിക്കൊക്കെ ചെയ്യാന്ന്. അങ്ങനെ ഞാൻ ഇന്ന് കുളിക്കാൻ വേണ്ടി പോയി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒന്ന് ഒറ്റയ്ക്ക് കുളിക്കാൻ, 2 സ്റ്റിച്ച് ഇട്ട്. കേട്ടില്ല നിങ്ങളെ? എനിക്ക് ഒറ്റയ്ക്ക് കുളിച്ചാൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം ആരെങ്കിലും ഒളിഞ്ഞു നോക്കിയാലോ. നമ്മളൊക്കെ പിന്നെ ഒരു 10 പോലീസുകാരായിട്ടല്ലേ ബാത്റൂമിൽ പോക്കെ, കുളിച്ചാനും കുളിപ്പിച്ചാരാനൊക്കെ. അവനക്ക് ഒറ്റയ്ക്ക് ഭയങ്കര പേടിയാവും എനിക്ക് പോകാൻ. കാരണം ഇവൻ ഈ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഈ കാട്ടിക്കൂട്ടിനെ കൊണിച്ചിലില്ലേ, ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണ് നമ്മളെ സമൂഹത്തിൽ ഇതേമാതിരി വളഞ്ഞ് നടക്കലും ഈ ഇങ്ങനെയുള്ള വർത്താനം പറച്ചിലും ഈ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം പെണ്ണാണെന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ പെണ്ണിനെ അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. അവന്റെ ബാക്കി കേൾക്കാം. വന്നു കഴിഞ്ഞ പേടി എനിക്ക്. പക്ഷെ ആഷിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ ശേഷം തലയെല്ലാം അവനാണ് എനിക്ക് തുടച്ചു തന്നത്. കാരണം എനിക്ക് കൈ ഭയങ്കരമായിട്ട് അങ്ങനെ മൂവ് ചെയ്യാനൊന്നും എനിക്ക് കയ്യോ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ലേ. എന്നുവെച്ചാൽ ഒരു കാര്യം ചെയ്തോ, മൂവ് ആക്കണ്ട, അമൃതാജനാക്കിക്കോ. അപ്പൊ കുഴപ്പമുണ്ടാവൂലല്ലോ. ഇവന് എന്ത് ആ 4 തെർമോക്കോൾ അവിടെ കൊടുത്തു വെച്ചാൽ പണക്ക് അവിടെ ചെങ്ങായി വല്ല ഫെവിക്കോളോ വറ്റോ ഇട്ടിട്ട് ഒട്ടിച്ചാന്നല്ലാതെ ഇജ അതിന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇജാതി ഡ്രാമ കളിച്ചേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ ഇപ്പൊ എന്താണ് ഇപ്പൊ അനക്ക് ആ സിൽക്ക് കൊണ്ട് കിട്ടിയ? അത് ആർക്ക് വേണ്ടിയിട്ടാ ഉണ്ടാക്കണേ? ഈ ബംഗാളി ആശിക്ക് വേണ്ടിയിട്ടോ? ഇവിടെ ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോ ഓന് ഈ ചൈനയുടെ തന്നെ വേണമെന്നും പറഞ്ഞും കൊണ്ട് ചൈനക്കാർക്ക് പോലും അപമാനാണ്. വേണമെന്ന് പറഞ്ഞ് നടന്നിട്ടല്ലേ. എന്നിട്ട് ഇജ്ജ അതിന് എനിക്ക് കുളിക്കാൻ പറ്റാ, തൂറാൻ പറ്റാ, ഭയങ്കര പെയിൻഫുൾ ആണെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് എന്ത് തേങ്ങയുടെ മൂടാ? ഇജ്ജായിട്ട് ഉണ്ടാക്കിയതല്ലേ, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ ഇപ്പൊ ഇനി ഓനിക്ക് ഈ തെർമോക്കോള് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, പണ്ട് ടി വി വാങ്ങിയ ഒരു 3 ആളെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ആ തെർമോക്കോളും കൊണ്ട് ഓൻ കളിച്ചോട്ടെ. ഇജ്ജെന്തിനാ ഈ ഇടങ്ങാറാവുന്നു? ഇച്ചൊരു പിടുത്തമല്ല. എന്നിട്ട് ഓൻ പറയണ ഞാൻ 4-5 ദിവസമായി തൂറിയിട്ട് 4-5 ദിവസമായി കുളിച്ചിട്ട് എന്തിന്റെ ആർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ ഇപ്പൊ ഇജ്ജ് കുളിച്ചിട്ടില്ല വെച്ചിട്ട് ഇപ്പൊ ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിനുണ്ടോ? ഇല്ലല്ലോ. അണക്ക് മാത്രമേ നേട്ടമുള്ളൂ. അണക്ക് കുളിച്ചണമെങ്കിൽ ഇജ്ജ് കുളിച്ചോ, തൂറണമെങ്കിൽ ഇജ്ജ് തൂറിക്കോ. ഞങ്ങളോട് പറയണ്ട കേട്ടോ. ബാക്കി പറ. കുറച്ച് പ്രയാസമുണ്ട്, പെയിൻ ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് കയറി. കുറേ ആയിട്ട് ഞാൻ എന്റെ ഫുഡ് തന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നാണ് നല്ല മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മീനൊക്കെ ഫ്രൈ ചെയ്തു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. നല്ല അടിപൊളി മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് ഓൻ ഉണ്ടാക്കുക, എന്നിട്ട് ഓൻ തന്നെ അതിനോട് പറഞ്ഞിച്ച ഓൻ ഉണ്ടാക്കിയ സാധനം ഭയങ്കര അടിപൊളിയായിരിക്കും. വേറെ ആരെങ്കിലും ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അതിനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അസൂയി. ഓക്കെ ഒക്കെ ഉണ്ടാക്കി. എനിക്ക് കുറേ ദിവസമായിട്ട് എന്റെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോഴാണ് എന്റെ തൊട്ട നെയ്ബറിൽ അവര് മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അവര് കൊടുന്നതാണ് ഈ പ്രസാദം കേട്ടോ. അവര് കുറച്ച് ദിവസമായിട്ട് ഈ അമ്പലങ്ങളൊക്കെ ചുറ്റി നടക്കായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് അവർ കൊടുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രസാദം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഓനിക്ക് ഇഷ്ടമല്ലാത്ത എന്താ? ഈ ചങ്ങായിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഓനിക്ക് ഇഷ്ടമല്ലാത്തത് ആകെ ഓനി ആശിനിയും പറയുന്നതുള്ളൂ. ബാക്കി എല്ലാം ഓനിക്ക് ഭയങ്കര ഇഷ്ടാ. ഭയങ്കര അതിന്റെ ആളാക്കാരം. ഓന് എന്തെടുത്താലും ഓനൊക്കെ അതിന്റെ ആളാക്കാരം. വിലക്ക് പോയി വന്നപ്പോ ഹിന്ദുക്കൾ ആരോ പ്രസാദം കൊടുത്തിക്കാണ്. ഇനിയിപ്പോ റമളാനൊക്കെ അല്ലേ വരുന്നത്, ചാകരയാണ്. ഇതിപ്പോ ഏതാ? റജബ്, ഷഹബാൻ, റമളാൻ. റമളാന് ഇപ്പൊ വരാനായില്ലേ, 2 മാസം കൂടി ഉള്ളു റമളാനിലുള്ളത്. ചാകരക്കാലം. കാരണം റമളാനി ഒന്ന് അമ്പലത്തിൽ നിന്ന് നീച്ചേയില്ല. എന്തിന്? അപ്പൊ കുറച്ച് റീച്ചിട്ടല്ലോ. ഇവരൊക്കെ മതം വിറ്റും കൊണ്ട് ജീവിക്കണ കുറച്ച് ടീമുകളാണ് ഇവര്. എങ്ങനെ സീസൺ നോക്കി പിടിക്കും. റമളാനിൽ കണ്ടോളുണ്ട്. ഇനിയിപ്പോ എനിക്ക് വളക്ക് കത്തിക്കേണ്ടി വരും, എന്തൊക്കെ ചെയ്യേണ്ടി വരും. കാരണം എന്താ? അവൻ എല്ലാരും ഒരേപോലെ സ്നേഹിക്കുന്ന ആളല്ലേ, അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ വിചാരിച്ച മാതിരി റീച്ചിന് വേണ്ടിയിട്ടൊന്നും അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് വരെ എന്താ പറയാ, ആളെ എണ്ണം തികയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ കോൺഗ്രസ് പാർട്ടിക്കാരുടെ സമ്മേളനത്തിന് പോയിട്ട് സപ്പോർട്ട് ചെയ്ത ചരിത്രമോ സഹായിച്ച ചരിത്രമോ ഇല്ല. അതേപോലെ തന്നെ തിരിച്ച് ഇവരും. മനസ്സിലായോ? ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ ഓരോ സമ്മേളനത്തിലേ പോകുള്ളൂ, മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിൽ ഓരോ സമ്മേളനത്തിലേ പോകുള്ളൂ. എന്നാൽ ചിലപ്പോ ഇവര് തമ്മിൽ ബന്ധം ഉണ്ടാവും. എന്നാൽ ഇവർക്ക് രണ്ടാൾക്കും നല്ല ബോധ്യം ഉണ്ടാവും, ഏത് ഇതിന്റെ പാർട്ടിയല്ല, അതുകൊണ്ട് ഞാൻ അവിടെ പോകാൻ പാടില്ല, ഇത് മറ്റവന്റെ പാർട്ടിയല്ല, അതുകൊണ്ട് അവ ഇവിടെയും വരാൻ പറ്റൂല എന്നുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതാരും ചെയ്യണില്ലല്ലോ. പക്ഷെ ഇവൽ ഈ മതസൗഹാർദ്ദത്തിന്റെ പേരും മതസ്നേഹവും പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന പരിപാടിയില്ലേ, ആ ഐറ്റത്തിൽ പെട്ട ഒരു നാറിയാണ് ഈ നാറി.
മനസ്സിലായോ? ബാക്കിയൊന്ന് കേൾക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രസാദം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് അരവണ പായസവും അതേപോലെ പൊതുവെ അമ്പലത്തിലെ എല്ലാ പായസങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് പഴനിന്ന് കൊടുക്കുന്ന പ്രസാദമാണ്. അത് രണ്ടും ഞാൻ കഴിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പഴനിത്തെ പ്രസാദം എനിക്ക് തന്നത് നമ്മുടെ സ്വന്തം ശ്രീലക്ഷ്മിയാണ് കേട്ടോ. അപ്പൊ അന്ന് അവള് പഴനി പോയപ്പോ എനിക്ക് കുറച്ച് കുപ്പിവളകളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കുപ്പിവളകൾ. അപ്പൊ താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി. എനിക്ക് കുപ്പിവാളൊക്കെ വാങ്ങിക്കൊടുത്തു. ഭയങ്കര ഇഷ്ടത്തിന് എനിക്ക് കുപ്പിവാള. എന്റെ കൊലമിടാൻ ഒരു മോതിരം കൂടി വാങ്ങിത്തരാൻ പറ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടല്ലേ. നാട്ടുകാരെ മൂഞ്ചിച്ച് ഇങ്ങനെ ജീവിച്ചെന്ന് പറയുന്നത് ചില്ലറ പാടില്ല കാര്യമില്ല. എന്നെ കൊണ്ട് മാത്രമേ അതിന് പറ്റുള്ളൂ. ഇവനിപ്പോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് കണ്ടോ? 2 കാലൊക്കെ ഇങ്ങനെ വിടർത്തി. ഇങ്ങനെയൊക്കെയുള്ള കാലില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇറങ്ങണത്. എന്തിന്? എനിക്ക് ഭയങ്കര പെയിൻഫുൾ അല്ലേ. ഭയങ്കര പെയിനല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയിരിക്കണത്. എന്നാലോ 4 ദിവസം മുമ്പില്ലേ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് ഇട്ട വീഡിയോ ആണ് ഈ വീഡിയോ. ഞാൻ കാണിച്ചത് അത് കണ്ടോ? കണ്ടില്ലേ? എന്നിട്ട് ഓൻ ആ ബാത്റൂമിൽ നിന്ന് അമ്മായത്ത് ഇറങ്ങിയത്. ഓന്റെ കൈ വന്ദിച്ചാൻ പറ്റൂല അത്രേ. കാരണം മറ്റേ ആശയത്തില് തല തോത്തി കൊടുത്തത് ഭയങ്കര പെയിൻഫുൾ അല്ലേ. അതുകൊണ്ട് കൈ വന്ദിച്ചാൻ പറ്റൂല. എന്നാലോ ഓനക്ക് ഡാൻസ് വണ്ണമ്മയില്ലോ. അതിന് ആടിനൊന്നും ഒരു കുഴപ്പമില്ല. ആലോചിച്ച് നോക്കണം നിങ്ങള്. ഈ ചെങ്ങായി നുണ പറയാനായിട്ടുള്ളൊരു ജന്മാണ്. ഓന്റെ ഇപ്പൊ അടുത്ത് നിൽക്കും. നിങ്ങൾ കണ്ടോ? ഞാൻ എന്താണോ ഉദ്ദേശിച്ച അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സകല മനുഷ്യന്മാരും സകല ആളുകളും എടുത്തിട്ട് ഇവനെ ട്രോളുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? എല്ലാവർക്കും എല്ലാ സത്യങ്ങളും മനസ്സിലായി തുടങ്ങി. ഇനി പർദ്ദയൊക്കെ ഇട്ടിട്ട് സ്വാലിഹത്തായ താത്താരുണ്ടായിരുന്നല്ലോ. ഏത് മറ്റേ മരിച്ചു തന്നാ നേരെ സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ പിന്നാലെ സെൽഫി ഒക്കെ എടുത്ത് പോയാല് ഓലൊക്കെ ഇപ്പോഴാക്കാരം ഓ അവിടെ തോണ്ടിയാലോ, ഇവിടെ തോണ്ടിയാലോ എന്നുള്ള ഓർമ്മ അങ്ങനെ വരിക. അവിടെ വരുമ്പോ നിങ്ങൾക്ക് നേരെ തിരിയും. ഇപ്പം പൈക്കണത് പിന്നെ എയർ ബാഗ് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പൈക്കണത്. എന്നാ പൊയ്ക്കണതോ എയർ ബാഗും കൊണ്ടാ കേട്ടോക്ക. ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. എത്ര മനോഹരമായ ദിവസങ്ങളായിരുന്നു. കണ്ടില്ലേ നിങ്ങളെ? ബാഗൊക്കെ അങ്ങനെ കയ്യമ്മ തൂക്കിയിട്ടാ പോണത്. പെണ്ണല്ലേ, അപ്പൊ പെണ്ണിന്റെ ബാഗൊക്കെ അവൻ കയ്യമ്മ അങ്ങനെ തൂക്കിയിട്ടാ പോണേ. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ ഞാൻ നല്ലാതെ ദുനിയാവില് കണ്ടിട്ടില്ല. നല്ല സമ്മതിച്ചുകൊണ്ട് തന്നെ കേട്ടോ. ഒരു പൊട്ട് തെർമാക്കോള് ഫിറ്റ് ചെയ്യാൻ പോകാൻ ഓൻ ഉണ്ടാക്കിയ അതാപ എന്താ വെച്ചിട്ടാ ഇതൊക്കെ. എല്ലാവർക്കും എന്റെ സ്നേഹം എല്ലാം. ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ സർജറി കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി സ്ത്രീവേഷം കെട്ടി നടക്കേ ചെയ്യുള്ളൂ എന്നൊക്കെ. ഇതിന് വലിയൊരു തെളിവ് എനിക്കിനി പറയാൻ. ഇതിന് കേട്ടപ്പോ എല്ലാരും വിചാരിച്ചേ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ അവിടെ നടന്നപ്പോഴൊന്ന്. മുകളില് 4 തെർമോക്കോള് വെച്ചതാണ്. കേക്കണ ആരും ജാസി എന്നൊക്കെ കേട്ടിട്ടുണ്ടപ്പോ എല്ലാരും വിചാരിച്ചത് കട്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത്. ഓന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എല്ലാരും പറഞ്ഞിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യൂല എന്നുള്ളത്. ഇതിവിടെ ഫിറ്റ് ചെയ്താ ഓനിക്ക് മറ്റേത് കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞിട്ടേ ഓനിക്കൊന്ന് നേരങ്ങത്തില് മനുഷ്യന്മാരുടെ അടിയിൽ ചാടി കളിച്ചാൻ പറ്റണില്ല. അദ്ദേഹത്തെ താഴത്തെ കൂടെ കൊയിഞ്ഞാടിയാൽ വെച്ചിട്ട് അന്നമ്മത്തെ ഡ്രസ്സല്ലേ മോഡല്. അപ്പോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവിടെ ഉറപ്പിച്ചാൻ വേണ്ടിയിട്ടാണ് അവൻ പയിക്കുന്നത്. അതിന്റെ സർജറി കഴിഞ്ഞ്. പക്ഷെ അവനവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയില്ലേ, അതാണ് അവന്റെ വിജയം. അത് ചിലർക്കൊക്കെ എപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഞമ്മക്കൊക്കെ ഇത് പണ്ടേ മനസ്സിലാകും കൊണ്ട് നമ്മളിത് പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നൊക്കെ നിങ്ങൾക്ക് പൊഞ്ഞ അല്ലേ? ഇപ്പോഴോ ഇപ്പൊ എന്തായി? നമ്മൾ പറഞ്ഞിടത്ത് തന്നെ കാര്യങ്ങൾ എത്തിയില്ലേ? അതാണ് ജാസി, മുഹമ്മദ് ജാസിൽ എന്ന ഈ ചങ്ങായി ലോക ഫ്രോഡാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു. അതെന്താ പറയുക, ഇവൻ അത്രയ്ക്ക് എനിക്ക് അറിയാം, ഇവനെ കുറിച്ച് അത്രയ്ക്ക് ഞാൻ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം ഫ്രോഡാണ്. ഇവൻ സ്പർശന സുഖത്തിന് നടക്കണ. ഏത് ഹലോ എഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തോളിക്ക് ചാടി കയറൂലേ, ആ പരിപാടിക്ക് നടക്കണവനാണ്. അതുകൊണ്ട് എന്തായി? ഓനിക്ക് മുറിച്ചിട്ടില്ലെങ്കിലും ഓന്റെ കാര്യങ്ങൾ നടക്കുന്ന ഓനിക്ക് ഉറപ്പാണ്. ഓൻ സിനിമയിൽ കയറും, ബിഗ് ബോസ് കയറും, തെങ്ങുമ്മ കയറും, എന്തൊക്കെയായിരുന്നു. എവിടെയെങ്കിലും കയറിയോ? ആസ്പത്രിയിൽ പോയി ഓല അവിടുന്ന് പറഞ്ഞു പൊന്നാര ചങ്ങായി ഇതൊന്ന് ഇറങ്ങിപ്പോ, ഈ ഫോണ് വേറെ ആർക്കെങ്കിലും രോഗികൾക്കൊന്ന് വിളിച്ചാലൊരു ഗ്യാപ്പ് കൊടുക്കുക. അന്റെ എൻക്വയറി തന്നെ ഇവിടെ മുഴുവൻ നടക്കണം, അന്റെ കട്ട് ചെയ്തിക്കണോന്ന് വെച്ചിട്ട് ഇനി ഞങ്ങൾക്ക് ഇതിന് സമാധാനം പറയാൻ പറ്റാ. ഇപ്പൊ ഓല എടുക്കണമല്ലോ വിളിച്ചണമല്ലോ ഇതൊക്കെ പറയുന്നത് ഇല്ല, ഇവിടെ കട്ടിങ് ഇല്ല. ഇതാണ് ഫോൺ എടുത്തിട്ട് ഹലോ എന്നല്ല ഒരു പറയുന്നത്, ഇവിടെ കട്ടിങ് ഇല്ല. അങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ ഒരു പരുവത്തിലാക്കി ചങ്ങായി. എന്നിട്ട് അവിടുത്തെ ഒരു പൊട്ടി സിൽക്കോനും മറ്റേ ഫെവിക്കോളും കൊണ്ട് ഒട്ടിച്ചിട്ട് വന്നിട്ട് പൂർണ്ണ പെണ്ണായി, ഞാൻ പൂർണ്ണ പെണ്ണ്,
ഇടക്ക് അവന്റെ സൗണ്ട് ഒക്കെ വരുന്നുണ്ടല്ലോ ചില കഥ പീക്കാൻ കഴിയുള്ളൂ. നല്ല കിട്ടിയില്ലേ വളരുന്നേ സന്തോഷം.